പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതു മുതൽ പ്രധാന ചർച്ചാ വിഷയമായത് ഹോർമൂസ് കടലിടുക്കാണ്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായക ധാരണയ്ക്ക് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ ഗതാഗതം സജീവമാക്കുന്നു. ഇന്ധനവും രാസവളവും അടക്കം അവശ്യ വസ്തുക്കളുമായി ഇന്ത്യയിലേക്ക് എത്താൻ കാത്തുനിന്ന 34 കപ്പലുകൾ യാത്ര തിരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇന്ധനക്ഷാമത്തിന് പരിഹാരമാവുകയാണ്. മേഖലയിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടെങ്കിലും കപ്പൽ ഗതാഗത കമ്പനികൾ അതീവ ജാഗ്രത തുടരുകയാണ്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി 62,370 ടൺ LNGയുമായി ദീക്ഷ എന്ന കപ്പൽ ഇന്നലെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയും ഇറാനും സമാധാന കരാറിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും കരാറിന്റെ വിശദാംശങ്ങൾ അതീവ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. വരുന്ന വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും കരാറിൽ ഔദ്യോഗികമായി നേരിട്ട് ഒപ്പുവെക്കും. അതുവരെ ധാരണയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്നാണ് ഇരുപക്ഷത്തിന്റെയും തീരുമാനം. ഇതൊരു അന്തിമ സമാധാന കരാറിലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടങ്ങളായി പിൻവലിക്കൽ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിലും ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്ക വിഷയങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായി വരും ദിവസങ്ങളിൽ ഇരുപക്ഷവും തമ്മിൽ തുടർ ചർച്ചകൾ നടത്തുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഒമാനും ഇറാനും ഇടയിലുള്ള ഇടുങ്ങിയ ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. വടക്ക് ഭാഗത്ത് ഇറാനും തെക്ക് ഭാഗത്ത് ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമാണ് ഹോർമൂസ് കടലിടുക്കിന്റെ അതിരുകൾ. ഈ ഇടുങ്ങിയ ജലപാത ലോകത്തിന്റെ ഊർജ്ജധമനി എന്നാണ് അറിയപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളെ അറബിക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രമായും ബന്ധിപ്പിക്കുന്ന ഏക കടൽമാർഗമാണിത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെയും കടൽ വഴിയുള്ള ഗ്യാസ് ടാങ്കറുകളുടെയും ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശം അടച്ചുപൂട്ടുന്നത് പ്രതിദിനം 15 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വിതരണം തടസ്സപ്പെടാൻ കാരണമാവുകയായിരുന്നു. സൗദി അറേബ്യ, UAE, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് ഈ കടലിടുക്കിനെ മറികടക്കാൻ മറ്റു പ്രായോഗിക മാർഗങ്ങളില്ല എന്നതും പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായതിനാൽ ഭൗമരാഷ്ട്രീയപരമായി ചോക്ക് പോയിന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ 33 കിലോമീറ്റർ സഞ്ചാരപാതയിൽ കപ്പലുകൾക്ക് കടന്നുപോകാൻ വെറും 3 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ എണ്ണ ഉൽപാദകരായ ലോക വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഏക കടൽമാർഗമാണിത്. ലോക സമ്പദ് വ്യവസ്ഥയുടെ ചക്രം തിരിയുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ പ്രവാഹത്തെ ആശ്രയിച്ചാണ്. ലോകത്തെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായ ഖത്തർ, സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ എണ്ണ കയറ്റുമതിക്ക് മറ്റൊരു പാതയില്ലാത്തതാണ് ഗുരുതര പ്രതിസന്ധിക്ക് കാരണമായത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന 75% ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ആണ് എത്തുന്നത്. അതിനാൽ ഇവിടെയുണ്ടാകുന്ന പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരാനും പണപ്പെരുപ്പത്തിനും കാരണമായിരുന്നു. പ്രതിസന്ധിക്കെല്ലാമാണ് ഒടുവിൽ ഇപ്പോൾ ഒരു ശമനമായിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.